ലത്തീഫ് സർ, 21/2/2025 കേരള ഗവൺമെൻറ് എക്സ്ട്രാ ഓർഡിനറി ഗസറ്റായി ഇറക്കിയതിലെ നോട്ടിഫിക്കേഷൻ പറയുന്നത് കേരള കോഓപ്പറേറ്റീവ് റൂൾസിൽ 43B എന്നൊരു പുതിയ വകുപ്പ് ചേർക്കണമെന്നാണ് സർ. അതിൽ പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു ബാങ്കിൻ്റെ ജനറൽ ബോഡിയിൽ 3 മെമ്പർമാർ അവിശ്വാസ പ്രമേയത്തിന് ഒരു നോട്ടീസ് രജിസ്ട്രാർക്ക് കൊടുത്താൽ 5-ാം വകുപ്പ് അനുസരിച്ച് അദ്ദേഹം മീറ്റിംഗ് കൺവീൻ ചെയ്യണം. 12-ാം വകുപ്പ് അനുസരിച്ച് അത് പാസ്സായാൽ ഉടനെ ദ മാനേജിംഗ് കമ്മിറ്റി വിച്ച് ലോസ്റ്റ് ടു കോൺഫിഡൻസ് ഷാൽ സീസ് ടു ഹോൾഡ് ഓഫീസ് thereafter and shall be deemed to be vacant forthwith, and registrar shall issue an administrator or administrative committee. അപ്പോൾ സർ, ഈ വകുപ്പ് ഇവിടെ ഈ നിലവിൽ 32 അതിൽ പറയുന്നുണ്ടല്ലോ സർ, if the registrar is satisfied that the committee of any society willfully disobeys or fails to comply with any lawful order or direction issued under this act, then give a notice and by an order remove the committee and appoint an administrator or administrative committee. അപ്പോൾ ഇതിൽ പറയുന്ന 43B പറയുന്ന മുഴുവൻ സംഗതികളും സെക്ഷൻ 32 അടങ്ങിയിട്ടുണ്ട്. 43A പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നീക്കാനുള്ള വകുപ്പ് അത് 43A പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് സർ അടിയന്തരമായി ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്? ഞങ്ങൾ ഭയപ്പെടുന്നു സർ. മുമ്പ് ശ്രീ MV രാഘവൻ സ്ഥാപിച്ച ആ സൊസൈറ്റി പിടിച്ചു. ഇപ്പോൾ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് കമ്മിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഏറനാട്ടിൽ കാർഷിക വികസന ബാങ്ക് പിടിച്ചു, സർവീസ് ബാങ്ക് പിടിച്ചു, അങ്ങനെ ധാരാളം സൊസൈറ്റികൾ പിടിച്ചു. അതിനുവേണ്ടി വീണ്ടും സഹകരണ ജനാധിപത്യം തകർക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ബാങ്കുകളെ പിടിച്ചടക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്, എന്ന് ആശങ്കപ്പെടുകയാണ്. ഇതിന് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് MLA ഈ കാര്യം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി പറഞ്ഞത് കേരള ഹൈക്കോടതി അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയെന്നാണ് സർ. ഏതാണ് സർ ആ വിധി? ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ റോട്ടിൽ പന്തൽ കെട്ടരുത് എന്നാണ്. വീണ്ടും കെട്ടിയില്ലേ സർ? കൊടികൾ വെക്കരുത്, തോരണങ്ങൾ വെക്കരുത്, ഫ്ലെക്സ് വെക്കരുത്. എത്രയാണ് സർ CPM നാടാകെ കേരളത്തിലാകെ ഒറ്റ? എന്താണ് ഇതിനോട് മാത്രം ഇത്ര താല്പര്യം? സാധാരണ സർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ കേരള ബാങ്ക് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ന്യായമായി ഇടപെടുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ വകുപ്പ്, ഈ 43B എന്ന പുതിയ ഈ വകുപ്പ് കൂട്ടിച്ചേർക്കുന്നത് അനാവശ്യമാണ്. അത് മദർ ആക്ടിൽ ഇല്ലാത്തതാണ്. ലോകത്ത് ഒരു സ്ഥലത്തും ഇന്നിവരെ നടപ്പാക്കാത്തതാണ്. ഇന്ത്യയിൽ തീരെ ആവശ്യമില്ലാത്തതാണ്. കേരളത്തിൽ അനാവശ്യമാണ്. അതുകൊണ്ട് ആ പ്രപ്പോസൽ പിൻവലിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാർ. ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം കേരള ബാങ്ക് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നീതിപൂർവ്വം ഇടപെടുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷം. കേരള ബാങ്ക് അംഗീകരിക്കാതെ പോയത് അങ്ങേക്ക് മലപ്പുറം ബാങ്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നുള്ള വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനി മാർഗ്ഗം വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം. അങ്ങ് ഉന്നയിച്ച ഈ വിഷയത്തിന് കൃത്യമായുള്ള മറുപടി സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുന്നതിനായി ബന്ധപ്പെട്ട് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻ MLA ശ്രീ ശിവദാസൻ നായർ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷൻ 5/2022 ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് 27/1/2022 ബഹു ഹൈക്കോടതി തള്ളിയിരുന്നു. പ്രസ്തുത വിധിന്യായത്തിനെതിരെ ശ്രീ ശിവദാസൻ നായർ ഫയൽ ചെയ്ത റിട്ട് അപ്പീൽ 159/2022 ബഹു ഹൈക്കോടതിയുടെ 14/3/2022 വിധിന്യായത്തിൽ റിട്ട് പെറ്റീഷനുള്ള വിധി ശരിവയ്ക്കുകയും സഹകരണ ചട്ടത്തിൽ ആവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നതിന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. സഹകരണ നിയമത്തിനനുസൃതമായി വ്യവസ്ഥകൾ വർഷങ്ങൾക്ക് ശേഷവും ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ആയതിന് നടപടി സ്വീകരിക്കുമെന്നുള്ള ബഹു കോടതിയുടെ വിധി പ്രകാരം സഹകരണ ചട്ടത്തിൽ ആവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നതിന് സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. ആയതിനായി ചട്ടം 43B മോഷൻ ഓഫ് നോ കോൺഫിഡൻസ് കൂട്ടിച്ചേർക്കുന്നതിനായി കരട് തയ്യാറാക്കുകയും നിയമവകുപ്പിൻ്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കരട് 22/1/2025 ഗസറ്റ് നമ്പർ 669 പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം സഹകരണ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ചട്ടം നിർമ്മാണം നടത്തുന്നതിന് കരട് 22/1/2025 ഗസറ്റ് 669 പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുള്ള ഹർജികൾ കൂടി പരിശോധിച്ച് ചട്ടം ഫേവർ ചെയ്യുന്നതിനുള്ള ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതാണ്.